ഇത് SDPI പിന്തുണ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായിട്ടല്ല. SDPIയുടെ ആദ്യത്തെ രൂപമെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ വെട്ടിക്കൊന്നവരാണവർ. തൊടുപുഴയിൽ അധ്യാപകൻ്റെ കൈവെട്ടിയവരാണ്. അത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ എല്ലാം കണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഒഴുകിപ്പോയതിൻ്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെൻറ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു. അതിൻ്റെ മറ്റൊരു രൂപമായി SDPI പ്രത്യക്ഷപ്പെട്ടു. ആ SDPI ആണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സഹായം UDF അഭ്യർത്ഥിച്ചു. അവരുമായി നിരവധി വട്ടം ചർച്ച ചെയ്തു. അവർ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കമ്മിറ്റി ആലോചിച്ചിട്ട് പറയാം. UDFൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവർ ചർച്ച ചെയ്ത് അവർ UDFന് പിന്തുണ കൊടുത്തു. KPCC പ്രസിഡന്റ് K. സുധാകരൻ അതിനെ സഹർഷം സ്വാഗതം ചെയ്തു. UDFൻ്റെ കൺവീനറും ഇപ്പോഴത്തെ KPCC ആക്ടിംഗ് സെക്രട്ടറിയും ആയിട്ടുള്ള ഇപ്പോൾ KPCC പ്രസിഡൻറ്റുമായിട്ടുള്ള അദ്ദേഹവും ഒരു പ്രഖ്യാപനം നടത്തി. വോട്ട് തരുമ്പോൾ ഞങ്ങൾ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല, ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കുന്നു, ഞങ്ങളതിനെ അംഗീകരിക്കുന്നു, ഞങ്ങൾ ആ പിന്തുണ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഹസ്സൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. തലശ്ശേരിയിൽ ഇലക്ഷൻ നടക്കുന്നു, ബൈ ഇലക്ഷൻ. സഖാവ് EMS ഉള്ള കാലത്താണ്. ആ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ EMS പറഞ്ഞു, RSSൻ്റെ വോട്ട് കൊണ്ടേ ഞങ്ങൾ ജയിക്കുമെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങൾ തോൽക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചതാണ് ഇടതുപക്ഷം. അതാ ഇടതുപക്ഷത്തിൻ്റെ കരുത്തും ശക്തിയും. ഇവിടെ SDPIയുടെ പിന്നാലെ നടന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചവരുടെ വോട്ട് എന്തുകൊണ്ടാണത്? ഒരു ഭയത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ ജനകീയ മുന്നേറ്റം, കേരളത്തിലെ ജനങ്ങളിൽ അലയടിച്ചു വരുന്ന ഇടതുപക്ഷ അനുകൂല മനോഭാവം, അത് വല്ലാത്ത തരത്തിൽ UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തി. ആ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ SDPIയുടെ സഹായത്തിന് അഭ്യർത്ഥിച്ചത്. അതിനവരെ പ്രേരിപ്പിക്കുന്നതിൽ മുസ്ലിം ലീഗ്, കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിന് 15 അംഗങ്ങളുണ്ട്. ആ 15 അംഗങ്ങളുള്ള മുസ്ലിം ലീഗ് UDF കൊടുത്തത് ലോകസഭയിൽ 2 സീറ്റാണ്. കോൺഗ്രസ്സിന് നിയമസഭയിൽ 21 സീറ്റുണ്ട്. 16 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ട് അവരുടെ അഭ്യർത്ഥനയെ പരിഹസിച്ച് തള്ളി. മുസ്ലിം ലീഗിൻ്റെ അകത്ത് ശക്തമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനോട് 21 സീറ്റുകാർ 16 സീറ്റിൽ മത്സരിക്കുന്നു. 52 മുതൽ 2 സീറ്റുമായി നടക്കുന്ന ലീഗ് ഇപ്പോൾ 2 സീറ്റിൽ, നിയമസഭയിൽ 15 ഉള്ളവർക്ക് 2 സീറ്റ്. ഇത് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ലീഗിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ കാണുന്നത് ഇടതുപക്ഷമാണ് നമ്മുടെ സംരക്ഷകർ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവൻ കൊടുത്ത് ഞങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷമുണ്ട് എന്നൊരാത്മവിശ്വാസം ന്യൂനപക്ഷ വിഭാഗങ്ങളിലുണ്ടായി. ആ ജനവികാരത്തെ മനസ്സിലാക്കി ഭയപ്പെട്ടിട്ടാണ് SDPIയുടെ പിന്നാലെ പോയത്. SDPIയുടെ പിന്നാലെ മാത്രമല്ല, അതുപോലുള്ള മറ്റൊരു സംഘടനയുടെ പിന്നാലെയും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷത അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് പ്രതികരിക്കും.